യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി ഗൈസ്. അങ്ങനെ നീണ്ട ഒരു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് വലിയൊരു ഒരു സംഭവം തന്നെയാണ് കേട്ടോ. 1000 സബ്സ്ക്രൈബർ പിന്നെ എങ്ങനെയെങ്കിലും നമുക്കാവും. പക്ഷെ ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ശരിക്കും എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഞാൻ ബിഗിനറായിട്ട് യൂട്യൂബിൽ വന്ന സമയത്ത് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള മറ്റു പലരുടെയും വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എനിക്കിതിൽ സക്സസ് ആകാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നടക്കും എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ ഒരു വർഷം സമയം എടുത്തെങ്കിലും എൻ്റെ ആ ലക്ഷ്യം പൂർത്തിയാക്കി കേട്ടോ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ യൂട്യൂബ് എന്ന മേഖലയിലേക്ക് വരുമ്പോൾ മിക്കവാറും തന്നെ പല ഭാഗത്തുനിന്ന് വീട്ടിൽ നിന്നായിക്കോട്ടെ നാട്ടിൽ നിന്നായിക്കോട്ടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരുന്ന പലരും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്നെ സംബന്ധിച്ചും പുറത്തുനിന്ന് അങ്ങനെ വലിയ കുത്തുവാക്കുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് അത്ര താല്പര്യമില്ലാതെ ഇങ്ങനെ പല വാക്കുകളിൽ നിന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് വലിയ താല്പര്യമില്ല അങ്ങനെ ഒരു രീതിക്ക്. പക്ഷെ എന്നാലും ഞാൻ ശരിക്കും യൂട്യൂബിൽ തുടരണം എന്ന് ആലോചിച്ചത് ഞാനൊരു ഹൗസ് വൈഫ് ആയതിനു ശേഷം. കാരണം മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ഏണിങ്സ് വേണം എന്ന് തോന്നിയപ്പോൾ ഞാൻ തെരഞ്ഞെടുത്ത ഒരു മേഖല തന്നെയായിരുന്നു കേട്ടോ ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുൻപൊരു യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു, ഫേസ് കാണിക്കാത്തത്. അതൊരു റിവ്യൂ പോലുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഒരു 2-3 months അടുപ്പിച്ച് ഞാൻ വീഡിയോ ചെയ്യാണ്ടായപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ റീച്ച് കിട്ടാണ്ട് വന്നിട്ടാണ് ആ ചാനൽ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പം അത് മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ പറയുന്ന ഫേസ് കാണിച്ചിട്ടൊരു ചാനൽ തുടങ്ങാന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ സക്സസ് ആക്കും എന്ന് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മറ്റേത് ഫേസ് കാണിക്കാതെ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഫേസ് കാണിച്ച് ചെയ്യേണ്ടത് വന്നപ്പോൾ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ഇങ്ങനെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ കുറച്ച് ഒരു ചലിപ്പൊക്കെയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും തുടങ്ങിയ കാര്യം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും സക്സസ് ആയി എന്നുള്ളതാണ് സത്യം. അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും മുൻപോട്ട് ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ബൈ.